Now we can do a problem of finding tangent plane and normal line to a surface. The given surface is x square plus y square plus z square equal to 3. അവിടെ fx y z equal to എന്ന് എഴുതി തരണമെന്നില്ല, ഈ പ്രോബ്ലത്തിൽ എഴുതിയിട്ടുണ്ടെന്നേ ഉള്ളൂ. Find the tangent plane and normal line to x square plus y square plus z square equal to 3 എന്ന ക്വസ്റ്റ്യൻ ചോദിക്കേണ്ട കാര്യമുള്ളൂ. At the point 1 1 1. Now we write, ആ കേസിൽ നമ്മളാണ് സർഫസിൻ്റെ ഇക്വേഷനിലെ കോൺസ്റ്റന്റ് ഒഴികെയുള്ള പാർട്ടിനെ എഫ് ഓഫ് എക്സ് വൈ സെഡ് എടുത്ത് എഴുതുന്നു. എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. എക്സും വൈ സെഡും ഒരു സൈഡിൽ, കോൺസ്റ്റന്റ് തന്നെ അപ്പുറത്തെ സൈഡിലാക്കാമെങ്കിൽ അങ്ങനെ. എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ. കോൺസ്റ്റന്റ് അപ്പുറത്താക്കി എഴുതുന്നതിൻ്റെ കാര്യം നമുക്കറിയാമല്ലോ. ഡോ എഫ് ബൈ ഡോ എക്സ് ഡോ എഫ് ബൈ ഡോ വൈ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ കോൺസ്റ്റന്റിന് പ്രാധാന്യമൊന്നുമില്ല, 0 ആവുന്നത് എന്താണ്. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, -3 ഈക്വൽ ടു 0 എന്ന് എഴുതി -3 ഇവിടെ ഇട്ടാലും ഇല്ലെങ്കിലും നമ്മുടെ എഫ് എക്സ് എഫ് വൈ ഇസഡിന് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് വ്യത്യാസമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ അതൊക്കെ കാരണം കൊണ്ടാണ് കോൺസ്റ്റന്റിനെ റൈറ്റ് സൈഡിലാക്കി എക്സ് വൈ സെഡിനെ ലെഫ്റ്റ് സൈഡിലാക്കി എഴുതുക. എക്സ് വൈ സെഡ് ഉള്ളത് മുഴുവൻ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആ ഫംഗ്ഷനാണ് നമ്മൾ എഫ് എക്സ് വൈ സെഡ് എന്ന് വിളിക്കാൻ പോകുന്നത്. നൗ യു നോ ദാറ്റ് ഡെൽ എഫ് ഈക്വൽ ടു ടാൻജന്റ് പ്ലെയിനും നോർമൽ ലൈനും ഡെൽ എഫിനെ ആശ്രയിച്ചാണ്ടിരിക്കുക. ഡോ എഫ് ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ജെ, ഡോ എഫ് ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ സെഡ് കെ. അതും എഴുതണമെന്നില്ല, എഫ് എക്സ് എഫ് വൈ എഫ് ഇസഡ് എഴുതിയാൽ മതി. ഡോ എഫ് ബൈ ഡോ എക്സ് 2x ഐ 2y ജെ പ്ലസ് 2z കെ. ആൻഡ് അറ്റ് 1 1 1 ആ പോയിന്റിൽ ഇതെന്നാന്നുള്ളത് നമുക്കറിയണം. ഇതെല്ലാം അറ്റ് എക്സും 1 വൈയും 1 ഇസഡും 1. ദെൻ 2i പ്ലസ് 2j പ്ലസ് 2k. That is the value del f. So tangent plane അത് കണ്ടുപിടിക്കാൻ നമുക്ക് എത്ര മതി? അറ്റ് 1 1 1 എന്ന് പറഞ്ഞു. അപ്പോൾ പി നോട്ട് 1 1 1. നോർമൽ എന്നാ? നോർമൽ എ ഐ പ്ലസ് വി ജെ പ്ലസ് 2i പ്ലസ് 2j പ്ലസ് 2k. അത് ഡയറക്റ്റ് ഡെഫിനിഷൻ. എന്നിട്ട് നമുക്ക് അങ്ങനെ ഉപയോഗിക്കാം. 2 ഇൻറ്റു എ ഇൻറ്റു എക്സ് മൈനസ് എക്സ് 1 പ്ലസ് അങ്ങനെ ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഇക്വേഷൻ ഇങ്ങനെ ഉണ്ടായിരുന്നു, എഫ് എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് പ്ലസ് എഫ് വൈ ഇൻറ്റു വൈ മൈനസ് വൈ നോട്ട് പ്ലസ് എഫ് ഇസഡ് ഇൻറ്റു ഇസഡ് മൈനസ് ഇസഡ് നോട്ട് ഈക്വൽ ടു 0. വാട്ട് ഇസ് എഫ് എക്സ്? ഡെൽ എഫിൻ്റെ ആദ്യത്തെ കമ്പോണൻറ്റ്, എഫ് വൈ ഡെൽ എഫിൻ്റെ രണ്ടാമത്തെ കമ്പോണൻറ്റ്, എഫ് ഇസഡ് അറ്റ് പി നോട്ട് എല്ലാം അങ്ങനെയാണ് എവാലുവേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. എഫ് എക്സ് എന്നല്ല, എഫ് എക്സ് അറ്റ് പി നോട്ട് പർട്ടിക്കുലർ പോയിന്റിൽ, അല്ലെങ്കിൽ എഫ് എക്സ് 2x ആണ്. എഫ് വൈ അറ്റ് 1 1 1 ആകുമ്പോഴാണ് അത് 2 ആയിട്ട് വരിക. 1 1 1 ടാൻജന്റ് പ്ലെയിനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതെന്ത് കിട്ടും? 2 ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് ഈക്വൽ ടു 1. പോയിന്റിൻ്റെ കമ്പോണൻസ് ആണ്. ഏത് പോയിന്റിൻ്റെ ആണോ ടാൻജന്റ് പ്ലെയിൻ വേണ്ടത്. എക്സ് മൈനസ് 1 പ്ലസ് 2 ഇൻറ്റു വൈ മൈനസ് 1 പ്ലസ് 2 ഇൻറ്റു ഇസഡ് മൈനസ് 1 ഈക്വൽ ടു 0. ദാറ്റ് ഈസ് 2x അറേഞ്ച് ചെയ്ത് എഴുതാം. പ്ലസ് 2y പ്ലസ് 2z ഈക്വൽ ടു -2 -2 3 times equal to 6. That is the tangent plane. The normal line നമുക്ക് ഡെഫിനിഷൻ ഉപയോഗിക്കാം. ലൈൻ ആകുമ്പോൾ ലൈനിലെ പോയിന്റ് വേണം. പി നോട്ട് 1 1 1 എന്ന് പറയുന്ന പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്നത് ഏതാണ്? അതിന് പാരലൽ ആയിട്ടുള്ള വെക്ടർ 2i പ്ലസ് 2j പ്ലസ് 2k. അത് ഉപയോഗിച്ച് എഴുതാം. ആർ നോട്ട് പ്ലസ് ടി വി ബാർ എന്നുള്ള വെക്ടർ ഇക്വേഷൻ ഉണ്ട്. അല്ലെങ്കിൽ എക്സ് ഈക്വൽ ടു എക്സ് നോട്ട് പ്ലസ് ടി വി 1 എന്ന് പറയുന്നത് ഇപ്പം ഡെൽ എഫിൻ്റെ കമ്പോണൻ്റ് ആണ്. എഫ് എക്സ് അറ്റ് വി നോട്ട്. എക്സ് നോട്ട് ഈക്വൽ ടു 1 പ്ലസ് ടി ഇൻറ്റു ടി അങ്ങനെ അറ്റത്ത് എഴുതുന്നതാണ് നമുക്ക് എഴുതുന്നത്. എഫ് എക്സ് എന്താ? 2 അല്ലേ. എഫ് എക്സ് അറ്റ് പി നോട്ട് ഈക്വൽ ടു 2. വൈ ഇക്വേഷൻ എഴുതണം. വൈ നോട്ട് പ്ലസ് ടി ഇൻറ്റു എഫ് വൈ അറ്റ് ബി നോട്ട്. ദാറ്റ് ഈസ് 1 പ്ലസ് 2t. ഇസഡ് ഈക്വൽ ടു ഇത് തന്നെയാണ് വാല്യൂസ് 1 പ്ലസ് 2t. So tangent line
എക്സ് വൈ ഇസഡും ഒക്കെ 1 + 2t തന്നെയാണ് പാരാമെട്രിക് ഫോമിലെ ഇക്വേഷൻ.